ഹലോ ഫ്രണ്ട്സ്, ഡ്രീം ബെഡ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ സരിത. അപ്പോൾ ഇന്ന് വന്നത് സെയിൽ വീഡിയോ അല്ല കേട്ടോ, നമ്മുടെ ജമന്തി പ്ലാന്റ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഞാനിപ്പോൾ ഒരു 2-3 മാസം മുന്നേ കുറച്ച് ജമന്തി പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നാടനല്ല കേട്ടോ, ഹൈബ്രിഡ് ജമന്തി, അധികം ഉയരമൊന്നുമില്ലാത്ത ഒരു പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ചധികം തന്നെ കൊണ്ടുവന്ന് ഒക്കെ സെയിലായി പോയിട്ടോ. ഒരു 3-4 പ്ലാന്റ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചത്. അപ്പോൾ എന്ന് വെച്ചാൽ പ്ലാന്റ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ജമന്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പണി തന്നൊരു പ്ലാന്റാണ്. അതിനെപ്പറ്റി അറിയാതെയൊക്കെ കുറേ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നല്ല ഹെൽത്തി ആയതൊക്കെ നോക്കി തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് പ്ലാന്റ്സിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. അപ്പോൾ കുറേ പേര് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ പലരും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു കംപ്ലൈൻ്റ് അല്ല, അഭിപ്രായം പോലെ ഇങ്ങനെ ചോദിച്ചു, പ്ലാന്റിനൊന്നും ഒരു കുഴപ്പമില്ല, ഒക്കെ നല്ല ഹെൽത്തിയാണ്, പക്ഷേ പിന്നെ പൂവുണ്ടാവുന്നില്ലല്ലോ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പലരും ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ച 4 പ്ലാന്റ് ചെയ്തത് എന്താ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് രണ്ടാമത് നമ്മൾ പൂവുണ്ടാവാനൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ചിലരൊക്കെ ചോദിച്ചു, ഞങ്ങൾ പല വീഡിയോസും കണ്ടു, അങ്ങനെയൊക്കെ ചെയ്തു നോക്കാമല്ലേ, അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ഒരു അഭിപ്രായം. നമ്മളെ അടുത്ത് നല്ല പ്ലാന്റ് വാങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. എൻ്റെ പ്ലാന്റ് ഗ്രോത്ത് ആയിട്ട് വരുന്നേ ഉള്ളൂ, രണ്ടാമതൊക്കെ പൂവിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു നല്ല ഹെൽത്തി ഒക്കെ ആയിട്ട് നല്ല കുറേ പൂവൊക്കെ ആയി ബുഷായി പ്ലാന്റൊക്കെ നല്ല തിക്കായി നിൽക്കുമ്പം ഒക്കെ ആയിട്ട് കാണിക്കുകയാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, ഈ ഒരു ഗ്രോത്തിൻ്റെ ഒരു ലെവൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രൂൺ ചെയ്യുന്നോ റിപ്പോർട്ട് ചെയ്യുന്നോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, വിചാരിച്ചിട്ടിട്ടൊരു വീഡിയോ അല്ല. അപ്പോൾ എന്തായാലും ജമന്തി എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായൊരു പ്ലാന്റ് ആണ്. അത് നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ രണ്ടാമതും മൂന്നാമതൊക്കെ പൂവുണ്ടാവുള്ളൂ. അപ്പോൾ നഴ്സറിയിൽ നിന്നായാലും നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്നായാലും പ്ലാന്റ്സ് വാങ്ങിയാലും നശിച്ച് പോകുന്നില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ രീതിക്ക് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സാണ് വാങ്ങുന്നത് വെച്ചാൽ നമ്മൾ നല്ല രീതിക്ക് കെയർ ചെയ്താൽ എന്തായാലും പ്ലാന്റിൽ പിന്നെയും പൂക്കളുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്തു, എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ 4 പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചത്. ഞാനന്ന് വെള്ളയും മഞ്ഞയും പിന്നെ ഒരു നല്ല ചുവപ്പ് കളറും ഒരു ഓറഞ്ച് കളറ് പ്ലാന്റുമാണ് അന്ന് കൊണ്ടുവന്നത്. എൻ്റെ വീഡിയോ കണ്ടു നോക്കി അറിയാം. കണ്ടോ, ഞാനിത് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പൂവ് കഴിഞ്ഞപ്പം നന്നായിട്ട് പൂങ്കുല താഴെ വെച്ച് വെട്ടി കൊടുത്തു കേട്ടോ. ജമന്തി എന്ന് പറയുന്നത് നമ്മൾ ഓരോ പൂവ് കഴിഞ്ഞാലും ഉണങ്ങി കഴിഞ്ഞാൽ അങ്ങനെ വെട്ടി കൊടുക്കരുത്. പൂവെല്ലാം ഉണങ്ങിയിട്ട് ആ പൂങ്കുലേൻ്റെ താഴെ വെച്ച് നന്നായിട്ട് താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക കേട്ടോ. ഈ കാണുന്നതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ, കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അതാണ് ഞാൻ ആദ്യം തന്നെ ചെയ്തത്. കണ്ടോ, അതിലൊക്കെ നിറച്ച് മുട്ട് വന്നിട്ടോ. രണ്ടാമത് തളിർപ്പ് വന്നിട്ട് ഇത്ര പെട്ടെന്ന് മുട്ട് വരുമെന്ന് ഞാനും വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ പൂവ് ഉണങ്ങി കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് കട്ട് ചെയ്തു, പൂങ്കുല താഴ്ത്തി വെച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ പഴയ ലീഫൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് ആ സ്റ്റെമ്മിന്ന് കട്ട് ചെയ്തു കേട്ടോ, മുഴുവനായിട്ട് കട്ട് ചെയ്തില്ല. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ പ്ലാന്റ് മുട്ടയടിച്ച് നിർത്തിയ പോലെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് വേണ്ടാന്ന് കരുതിയിട്ട് ആദ്യം പൂങ്കുല കുറച്ച് താഴെ വെച്ച് വെട്ടി കൊടുത്തു. അതിൻ്റെ ശേഷം പഴയ ലീഫുകൾ കുറേയൊക്കെ അങ്ങ് പോക്കിട്ടോ. എല്ലാ പ്ലാന്റിലും ഒരു 2-3 ലീഫ് മാത്രം വെച്ച് നിർത്തി, അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ തന്നെ ഒരു ബോറല്ലേ. അപ്പോൾ ആ രീതിക്ക് 2-3 ലീഫ് മാത്രം വെച്ച് നിർത്തി. നമ്മൾ പഴയ ലീഫ് അതിൽ തന്നെ വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഈ പ്ലാന്റിന് ആ ലീഫിലേക്കൊക്കെ എനർജി പോകും. അപ്പോൾ പുതിയ തളിർപ്പുകൾ വരാനൊക്കെ സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ പൂങ്കുല വെട്ടി കൊടുക്കുന്നതിൻ്റെ കൂടെ പഴയ ലീഫുകളൊക്കെ അങ്ങ് ഒഴിവാക്കി കൊടുത്താൽ പുതിയ തളിർപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാൻ അതും ചെയ്തു, ഒരു 2-3 ലീഫ് മാത്രം ഓരോ പ്ലാന്റിൽ നിർത്തിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു. അതാണ് ആദ്യം തന്നെ ചെയ്ത കാര്യം. പിന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ മണ്ണും മണലും പിന്നെ കുറച്ച് സാഫിൻ്റെ പൊടി മെതറിട്ടോ, എല്ലാ ഇൻഫെക്ഷനും വരണ്ടെന്ന് കരുതിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ പോട്ട് ചെയ്ത ഇത് കണ്ടില്ലേ, ഇത് ഇത്ര വലുപ്പം പോരട്ടോ, കുറച്ചുകൂടി വലിയൊരു പോട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു വലിയ പോട്ട് എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ അതിൽ തന്നെ കിടന്ന് നല്ല വളർന്ന് ബുഷായി നിന്നോളും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ ഇത് കുറച്ചൊരു ചെറിയ പോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇതിലും വലിയൊരു പോട്ട് എടുക്കുക, നല്ല ഡ്രെയിനേജ് ഹോളൊക്കെ ഉള്ള പോട്ട് എടുക്കുക കേട്ടോ. വെള്ളം വാർന്നു പോകണം, വെള്ളം നിന്ന് കഴിഞ്ഞാൽ ജമന്തിൻ്റെ വേര് ചീഞ്ഞ് പോകും. അപ്പം അത് ഞാൻ ഈ മണ്ണും മണലും ഒരു സാഫും കൂടി വെതറി അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നേരെ എടുത്ത് പ്ലാന്റ് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പ്ലാന്റ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചൊക്കെ എടുക്കണം. എല്ലാവർക്കും അറിയില്ല പ്ലാന്റ് റിമൂവ് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ അറിയാത്ത ആരും ഉണ്ടാവില്ല ഈ ചെടി വാങ്ങുന്നവരല്ലേ. അപ്പം എനിക്ക് വന്ന പ്ലാന്റൊക്കെ ചകിരിച്ചോറിലായിരുന്നു കേട്ടോ. മണ്ണിൽ വരുന്ന പ്ലാന്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേരിനൊന്നും പറ്റാണ്ട് എടുക്കുക. എന്നിട്ട് ഞാനതെടുത്ത് ഈ പോട്ടി മിക്സിലേക്ക് വെച്ചു.
അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ തന്നെ നിൽക്കൂലേ, ആ പ്ലാന്റും ആ മണ്ണൊക്കെ കൂടിയിട്ട്. നമ്മളിപ്പം പോട്ടിൻ്റെ താഴെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈൻ വരെ ആ മണ്ണിൽ അങ്ങനെ പറ്റി നിൽക്കുന്നുണ്ടാവും, വേരൊക്കെ പതിഞ്ഞ് കിടക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ആ താഴെയുള്ള മണ്ണൊന്ന് കുറച്ച് പോക്കി കൊടുത്തിട്ട് വേരൊന്ന് നൂർത്തി കൊടുക്കണം കേട്ടോ. ആ അമർന്ന് കിടക്കുന്ന പോലെ തന്നെ നമ്മൾ പോട്ടി മിക്സിലേക്ക് വെച്ചാൽ നമ്മൾ വെച്ച പുതിയ പോട്ടി മിക്സിലേക്ക് ഈ വേരൊക്കെ ഒന്ന് ആയി വരാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പം നമ്മളതൊന്ന് മെല്ലെ താഴെയുള്ള മണ്ണൊക്കെ ഒന്ന് വേരിനൊരു കുഴപ്പം പറ്റാണ്ട് ഇളക്കിയിട്ട് ആ വേരൊന്ന് ജസ്റ്റ് നൂർത്തി കൊടുക്കുക. കുറച്ച് മണ്ണ് പോക്കിയാൽ മതി. എന്നിട്ട് ആ നൂർന്ന പോലെ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ ചീകി ഇതാക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് നൂർത്തി കൊടുത്തിട്ട് ഈ പോട്ടി മിക്സിലേക്ക് വെച്ചെടുത്താൽ വേഗം വേരോടും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. അത് ചെയ്തിട്ട് ജസ്റ്റ് ഒരാഴ്ച തണലത്ത് വെച്ചു, ഷെയ്ഡിൽ വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം വെയിലത്തേക്ക് മാറ്റി. വെയിലെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡിന് അത്ര വെയിലൊന്നും വേണ്ട, ജമന്തിക്ക് ഒരു 4-5 മണിക്കൂർ രാവിലത്തെ വെയിൽ കിട്ടിയാൽ മതി. അതും ഡയറക്റ്റായിട്ട് വെയിൽ കിട്ടിയാൽ പ്ലാന്റ് നശിച്ചു പോകും. നാടൻ്റെ മാതിരിയൊന്നുമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും ചെയ്യും, എന്നാലും സ്ട്രോങ് വെയിൽ കിട്ടില്ല. ആ രീതിക്കുള്ള ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തു കേട്ടോ. അവിടെ തന്നെ വെച്ചു. പിന്നെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അത് ചെയ്തു. പിന്നെ എന്നും നനച്ചു കൊടുക്കും. വേനൽക്കാലം ആയതുകൊണ്ട് എന്നും രാവിലെ കുറച്ച് നനച്ചു കൊടുക്കും. മഴക്കാലം ഒന്നായാൽ നമ്മൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചെടുത്താൽ മതി. നന ഓവറായാൽ ചെടീൻ്റെ വേര് ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചെയ്തു. അത് മാത്രം ചെയ്തു കേട്ടോ. പ്രൂൺ ചെയ്ത് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് അവിടെ വെച്ചു. അത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ തളിർപ്പ് ഇങ്ങനെ പെട്ടെന്ന് വരാൻ തുടങ്ങി. നന്നായിട്ട് തന്നെ തളിർപ്പ് വന്നു. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ എല്ലാത്തിലും മുട്ടുകൾ കാണാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വളമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജമന്തിക്കൊക്കെ അത്യാവശ്യം വളമൊക്കെ ആവശ്യമുള്ള ചെടി തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇങ്ങനെ മുട്ടൊക്കെ വരാൻ തുടങ്ങി, നന്നായിട്ട് തളിർപ്പ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് പുളിപ്പിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്നൊരു വളം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതിന് പ്ലാന്റിന് ആവശ്യമുള്ള രീതിക്ക് കുറച്ച് അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല നിങ്ങൾ ഇപ്പോൾ ഈ പ്ലാന്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന ചെറുതിലും കൂടി മുട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം നല്ല പ്ലാന്റ് ഉഷാറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്ര അങ്ങനെ ഉഷാറായി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ആ വളമൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് വേണ്ട, ഈ ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അഭംഗി പോലെയാണല്ലേ. അപ്പോൾ അത് വലിയൊരു സ്റ്റൈലായിട്ടൊന്നും ഇല്ല പ്ലാന്റ്. ആ വെട്ടിക്കൊടുത്ത ഭാഗമൊക്കെ അങ്ങനെ കാണുന്ന രീതിയിലാണ്. അപ്പോൾ അത് വീഡിയോ ചെയ്യേണ്ടെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ലീഫുകൾ, ഈ തളിർപ്പുകളൊക്കെ അങ്ങ് പൊന്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നാൽ നല്ല ഇലയൊക്കെ വന്നിട്ട് നമ്മൾ ഈ സ്റ്റെമ്മൊക്കെ കാണാത്ത രീതിയിൽ മറയും. പിന്നെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും 1-2 മാസമൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ തന്നെയാവും പ്ലാന്റ്. അപ്പോൾ അപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ പ്ലാന്റിൻ്റെ അന്നത്തെ ഒരു അവസ്ഥ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു അവസ്ഥ കാണട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ മരുന്നുകളൊന്നും അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജമന്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ അടിച്ചു കൊടുക്കണം. ഈ ഒരു ഫസ്റ്റ് വിരിഞ്ഞ പൂവ് നല്ല ഹെൽത്തി ആയിട്ട് വിരിഞ്ഞു കേട്ടോ. കണ്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ രണ്ടാമത്തേൽ ഉറുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സൈഡ് മാത്രമാണ് ഇതിലൊക്കെ വിരിഞ്ഞത്. ഒരു സൈഡ് ഫുള്ള് നീരൂറ്റി കുടിച്ച് പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പം പൂവ് ഒരു ഷേപ്പില്ലാതെ വിരിയും കേട്ടോ, ഫുള്ള് ഇതളൊന്നും ആവാണ്ട്. അപ്പോൾ അതിന് മരുന്ന് അടിച്ചു കൊടുക്കണം. നമ്മൾ ജമന്തിക്ക് 2 ആഴ്ച കൂടുമ്പോൾ വല്ല നീം ഓയിൽ സ്പ്രേയോ സാഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം, നല്ലത്. അങ്ങനെയാകുമ്പം ഒരു ഇൻഫെക്ഷനും വരില്ല. അപ്പോൾ പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വിരിയും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പൂവ് കുറച്ച് ചെറുതാണ്. ഞാൻ ആദ്യം വന്ന പൂവിനേക്കാളും കുറച്ച് ചെറുതും കുറച്ച് കളർ കുറവുമുണ്ട്. അത് വളത്തിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ഞാൻ വളമൊന്നും അധികം കൊടുക്കാത്തതുകൊണ്ടാണ്. അതിപ്പോൾ കഞ്ഞിവെള്ളപ്പഴത്തിൻ്റെ വളം അടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വളം കൊടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആവും കേട്ടോ. പൂവിന് കളറും വലുപ്പം ഒക്കെ വരും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഇൻഫെക്ഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ പെട്ടെന്ന് തന്നെ മരുന്നടിച്ചു കൊടുത്താൽ തീരുന്നൊരു കാര്യമുള്ളൂ. പിന്നെ ജമന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നനയ്ക്കുമ്പം താഴെ മഗ്ഗിൽ വെള്ളം വെച്ചിട്ട് മാത്രമേ നനയ്ക്കാവൂ. ഇലയിലും പൂവിലൊന്നും മുട്ടിലൊന്നും വെള്ളം വീഴാത്തതാണ് നല്ലത്. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൂവിലൊക്കെ മരുന്നടിച്ചു കൊടുക്കുമ്പോൾ അതൊരു പൂവിനൊരു വളർച്ച ഉണ്ടാവില്ല. അപ്പം കീടങ്ങൾ പോയാൽ പിന്നെ നന്നായിട്ട് വളരും. അപ്പോൾ ആദ്യം നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു മരുന്നൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ ഒരു കുഴപ്പമില്ലാതെ പ്ലാന്റ് ഇങ്ങനെ ഉഷാറായിട്ട് വളർന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിനിപ്പം മരുന്നടിച്ചു കൊടുക്കണം. പിന്നെയെന്ന് വെച്ചാൽ പാകം ഒരു വളം മാത്രമാണ് കൊടുത്തത്. അതിപ്പോൾ ഒരു 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ വളം കൊടുത്തിട്ട്. ഇനിയിപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ മുട്ടത്തോട് പൊടിച്ചത്, ചായച്ചണ്ടി, മധുരം കളഞ്ഞ് കഴുകി ഉണക്കിയ വളമൊക്കെ അതൊക്കെയാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 10 ദിവസം കഴിഞ്ഞാൽ ഞാൻ അത് ഈ പോട്ടിൻ്റെ സൈഡിൽ മണ്ണൊന്ന് മാറ്റി ഇട്ട് കൊടുത്തിട്ട് ആ മണ്ണങ്ങ് കൂട്ടി കൊടുക്കും. വേരിനൊന്നും ഒരു ഇതും പറ്റാണ്ട് നല്ല മണ്ണ് ഇളക്കിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ 3 വളങ്ങളാണ് കാര്യമായിട്ട്. വളങ്ങളൊന്നും വാങ്ങാറില്ല, അങ്ങനെ തന്നെയാണ് ചെയ്യാറ്.
അപ്പം ഇനിയിപ്പോൾ അത് മാത്രമേ ചെയ്യാനുള്ളൂ. അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പ്ലാന്റ് ഉഷാറാവും കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നഴ്സറിയിലെ പ്ലാന്റ് എന്തായാലും രണ്ടാമതും മൂന്നാമതൊക്കെ പൂവിടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പില്ലേ, ഈ കമ്പ് നമ്മളിപ്പോൾ പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കളർ പൂവ് പിന്നെ വാങ്ങേണ്ട അവസ്ഥ വരരുത്. നമ്മൾ ഇതൊന്നും തന്നെ പ്ലാന്റ് പിടിപ്പിക്കണം. നമ്മളിപ്പോൾ ചിലപ്പോൾ അത് കുറേ കാലം പൂവിട്ടെന്ന് വരും, ചിലപ്പോൾ പെട്ടെന്ന് നശിച്ചു പോയിന്ന് വരും. എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഈ പൂങ്കുല വെട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ആഴ്ത്തി വെട്ടി കൊടുക്കുന്ന കമ്പില്ലേ, അത് വെച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാം കേട്ടോ. വെറും മണ്ണിലോ ചകിരിച്ചോറിലോ കുത്തി വെച്ച് ഷെയ്ഡിൽ വെച്ചാൽ വേര് വരും. പിന്നെയെന്ന് വെച്ചാൽ അതിലെ പൂവൊക്കെ അങ്ങ്, ആ കരിഞ്ഞ പൂവൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞ് പഴയ ലീഫൊക്കെ ഒന്ന് വെട്ടി ഒരു 2-3 ലീഫ് മാത്രം നിർത്തി അത് മണ്ണിലോ ചകിരിച്ചോറിലോ കുത്തി കൊടുക്കുക കേട്ടോ. ഷെയ്ഡിൽ വെച്ചാൽ മതി, വേര് വരും. അപ്പം നമുക്ക് പിന്നെ അത് നല്ലൊരു വേര് വന്നൊരു പ്ലാന്റായിട്ട് കിട്ടിയാൽ റീപ്പോർട്ട് ചെയ്യാം. ഇതേപോലെ റീപ്പോർട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വലുതാകുമ്പോൾ അതിൻ്റെ തൂമ്പൊന്ന് വെട്ടി കൊടുക്കുക. അങ്ങനെ വെട്ടിക്കൊടുത്താൽ കൂടുതൽ ബ്രാഞ്ച് വന്ന് പ്ലാന്റ് നല്ല ബുഷിയായി ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. അങ്ങനെ കുറേ പ്രാവശ്യം വെട്ടിക്കൊടുത്തൊക്കെ വളർന്ന് പ്ലാന്റ് മെച്ചോർഡായിട്ട് പൂവുണ്ടായി കഴിഞ്ഞാൽ ആ പ്ലാന്റ് പിന്നെ നമുക്ക് നശിച്ച് പോവുകയില്ല. അപ്പോൾ ഈ മദർ പ്ലാന്റ് ഒക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ഈ കളറൊക്കെ പൂക്കളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമുക്ക് ഈ ഒരു പൂക്കളൊക്കെ, ഈ കളറുള്ള പൂവൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയൊന്നും വരരുത്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മൾ നല്ല ഹെൽത്തിയായി കുറേ ബ്രാഞ്ചൊക്കെ ഉള്ള കമ്പ് പ്ലാന്റിൽ നിന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെട്ടാം കേട്ടോ. ഈ പൂങ്കുല വെട്ടുന്ന കമ്പ് മാത്രമല്ല, എങ്ങനെ കമ്പ് വെട്ടി വെച്ചാലും ജമന്തി പിടിച്ചു കിട്ടും. അപ്പോൾ അത് ആ രീതിക്ക് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം പ്രൂൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ രണ്ടാമത് പൂവുണ്ടായില്ലെങ്കിൽ ഈ വരുന്ന തളിർപ്പിലൊന്നും ഒട്ടും പൂവും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ തളിർപ്പ് ഇങ്ങനെ വെട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് എന്തായാലും പൂവുണ്ടാവും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വളവും ചെയ്ത് കൊടുത്താൽ പൂവുണ്ടാവും എന്ന് ഉറപ്പാട്ടോ. അപ്പോൾ എൻ്റെ പ്ലാന്റ് കണ്ടില്ലേ നിങ്ങൾ, നന്നായിട്ട് തന്നെ പൂ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ നിറയെ മുട്ടാണ്. ഈ 4 പ്ലാന്റിലും നിറയെ മുട്ടുണ്ട്. അതാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ പൂവ് നന്നായിട്ട് തന്നെ വിരിഞ്ഞു. ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ട്. എന്തായാലും ആ മരുന്നൊടിച്ചെടുത്താൽ അതും ശരിയാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറയുകയാണെന്ന് വെച്ചാൽ പൂങ്കുല അങ്ങ് വെട്ടിക്കൊടുത്തു. പിന്നെ പഴയ ലീഫുകളൊക്കെ ഒന്ന് ഒഴിവാക്കി മണ്ണും മണലും സാഫും കൂടി ചേർന്നൊരു ഇതിലേക്ക് റീപ്പോർട്ട് ചെയ്തു. അത് ആ വേരൊക്കെ ഒന്ന് ഇളക്കി താഴെയുള്ള മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് റീപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഒരാഴ്ച ഷെയ്ഡിൽ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് സെറ്റ് ചെയ്ത് വെച്ചു. എന്ന് രാവിലെ കുറേശ്ശെ നനച്ച് കൊടുക്കും. ഇത് വേനൽക്കാലം ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ നന്നായിട്ട് തളിർപ്പൊക്കെ വന്ന് മുട്ട് വരാൻ തുടങ്ങിയപ്പം കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്ത് ആ വളം അങ്ങ് കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ നീം ഓയിൽ സ്പ്രേ മരുന്ന് അടിച്ചു കൊടുക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ഒരു 20-25 ദിവസം കൂടുമ്പോൾ ജമന്തി ചെടിക്ക് വളം കൊടുക്കുന്നത് നല്ല കേട്ടോ. മുട്ടത്തോട് പൊടിച്ചത്, ചായച്ചണ്ടി, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതലായിട്ട് നന്നായിട്ട് പ്ലാന്റ് ഗ്രോത്ത് ആവുകയും പൂവും ആ മുട്ടൊക്കെ നന്നായിട്ട് വിരിയുകയും ചെയ്യും കേട്ടോ. മരുന്നൂടെ അടിച്ചു കൊടുത്താൽ പൂവിൻ്റെ പ്രശ്നം കൂടെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പ്ലാന്റ് ഹെൽത്തി ആവും. അപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പ്ലാന്റ് കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജമന്തി ചെടി ഉഷാറായിട്ട് വളരും കേട്ടോ. ഒരിക്കലും നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ജമന്തി ചെടി പോകുന്നില്ല. നമ്മളത് കുട്ടികളെ പോലെ നോക്കേണ്ട ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ചില പ്ലാന്റുകൾ അങ്ങനെയാണല്ലോ, നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പൂവുണ്ടാവും. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ രീതിക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഉഷാറായിട്ടൊക്കെ കാണിച്ച് കുറേ കഴിഞ്ഞ് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നല്ല വലിയ പ്ലാന്റൊക്കെ ആവട്ടെ, എന്നിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിന് ജമന്തി ചെടി നനയ്ക്കുമ്പോൾ മൊട്ടിലും പൂവിലൊന്നും വെള്ളം വീഴാതെ നോക്കുക. നനയൊക്കെ ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നനവ് കൂടാനും പാടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്തില്ലെങ്കിൽ ചെടി ചീത്തയായി പോകും. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, സ്പീഡിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ജമന്തി ചെടി എന്ന് പറഞ്ഞാൽ ഈ വളം മാത്രമൊന്നുമല്ല കേട്ടോ. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ നമുക്ക് അവൈലബിൾ ആവണ എന്ത് വളവും നമുക്ക് കൊടുക്കാം കേട്ടോ. ഇന്ന വളമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊക്കെയാണ് ചെയ്യാറെന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെയെന്ന് വെച്ചാൽ ഒരിക്കലും നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതായാലും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതായാലും ചെടി ഈ രീതി ചെയ്താൽ എന്തായാലും നശിച്ചു പോകില്ല കേട്ടോ. നമുക്ക് ആ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് തന്നെ ഗാർഡനിൽ നിൽക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ചെയ്യുന്നില്ല, സെയിലിനുള്ള പ്ലാൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സുഖമില്ലാത്തൊരു പ്രശ്നമൊക്കെ വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.